ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമേനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന കഥാപാത്രത്തിന്റെ ഗുണ്ടകൾ വന്നുകൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. ആ സീനിന് മുന്നേ ആ കുടുംബത്തെ കാണിക്കുമ്പോൾ അവിടെ അവർ ഹാപ്പി ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണാം. പിന്നീട് അവിടെയുള്ള ഭാര്യയെ കൊല്ലുന്നതായി കാണിക്കുന്ന സമയം ആ ഭാര്യയെ കൊല്ലുന്നു എന്ന് കാണിക്കുന്നതിന് തൊട്ടു മുന്നേ ആ കുട്ടിയുടെ സൈഡിലായി ആ ഒരു ഫാമിലി ഫോട്ടോ തകർന്നു കിടക്കുന്നതായി കാണാം. സോ ഇതിലൂടെ തന്നെ ആ ഒരു കുടുംബം തകർന്നിരിക്കുന്നു എന്ന് കാണിക്കുകയും അതിനുശേഷമാണ് ആ ഭാര്യയും മരിക്കുന്നു എന്ന രീതിയിൽ കാണിച്ചു പോകുന്നത്. കൂടാതെ ഇങ്ങനെ മരിച്ചു പോകുന്ന ആ പെൺകുട്ടി ഒരു സംശയത്തിന്റെ പേരിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരാൾ ഒരു മൊബൈൽ എടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്തെന്നാൽ പിന്നീട് ഈ കഥ കാണിക്കുന്ന സമയത്ത് ഇവരുടെ മരിച്ചുപോയ അച്ഛന്റെ പഴയ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നുവെന്നും വർഷങ്ങളായി ഇവർ ആ ഫോൺ യൂസ് ചെയ്തിട്ടില്ലെന്നും അന്ന് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇവർ അത് നോക്കിയതെന്നും പറയുന്നുണ്ട്. സോ ഇങ്ങനെ മെസ്സേജ് വന്നതിന്റെ മറ്റും തെളിവുകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവരെ കൊല്ലുന്നതിന് മുന്നേ തന്നെ എല്ലാ തെളിവുകളും ഒഴിവാക്കാൻ ആദ്യം തന്നെ മൊബൈൽ കൈക്കലാക്കുന്നതായി കാണിച്ചിരുന്നത്. സിനിമയുടെ ടർബോ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ ജോണി ആന്റണിയുടെ കഥാപാത്രം പറയുന്നത് പോലെ ഒരു ടർബോ എഞ്ചിനെയാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുഴുവനായി വണ്ടികളുടെയും മറ്റും ഓട്ടം കാണിക്കുന്നത് കൊണ്ടും എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് തന്നെയാണിത്. ഇതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കത്തിൽ ആ പേരുകളും മറ്റും എഴുതി കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി വണ്ടികളും മറ്റും വേഗത്തിൽ മൂവ് ചെയ്യുന്നത് പോലെ നീളത്തിൽ ലൈനുകൾ പെട്ടെന്ന് പോകുന്നതായി കാണാം. സിനിമയുടെ കഥ നടക്കുന്നത് ഇന്ന വർഷമാണ്, ഇന്ന ഡേറ്റിലാണ് എന്ന് കൃത്യമായി പറയുന്നില്ല. എന്നിരുന്നാലും സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു പള്ളിപ്പെരുന്നാൾ കാണിക്കുന്ന സമയം അവിടെ 2023 നവംബർ മാസമാണ് ഈ പരിപാടികൾ നടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നീട് ഇന്ദുലേഖ എന്ന കഥാപാത്രത്തെ ജോസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ജോസിന്റെ വീട്ടിൽ പോലീസുകാർ അന്വേഷിച്ചു വരികയും അവിടെ പോലീസുകാരുടെ വണ്ടിയുടെ വെട്ടം കണ്ടുകൊണ്ട് ജോസ് അമ്മയെ വിളിച്ചുകൊണ്ട് ഇതെന്താ അവിടെ മുഴുവൻ വെളിച്ചം കാണുന്നത്, ക്രിസ്മസ് എത്തുന്നതിന് മുന്നേ തന്നെ സ്റ്റാർ ഇട്ടിരിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നവംബർ മാസം കഥ നടക്കുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത മാസം വരാനിരിക്കുന്ന ക്രിസ്മസിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. ആ ഒരു ഡേറ്റിങ്ങിലെ ഡീറ്റെയിലിങ്ങിനെ പോലെയാണ് ഈ ഒരു ഡയലോഗുകൾ അവിടെ കൊണ്ടുവന്നിരുന്നത്. മറ്റൊന്ന്, തുടക്കത്തിലെ ആ പള്ളിപ്പെരുന്നാൾ കാണിക്കുമ്പോൾ അവിടെ ദൂരെയായി മെഗാ ഷോ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. പിന്നീട് ഇവിടേക്ക് മമ്മൂട്ടി വന്നിറങ്ങുമ്പോഴാണ് അവിടെ സ്റ്റാറും കൂടി ചേർത്തുകൊണ്ട് മെഗാ സ്റ്റാർ ഷോ എന്ന് കാണിക്കുന്നത്. ഇത് മമ്മൂട്ടിയെ മെഗാ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഇത് കൂടാതെ പല ഭാഗത്തും ഇങ്ങനെ സ്റ്റാറുകൾ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് തുടക്കത്തിൽ മമ്മൂട്ടി മൂന്നാറിലേക്ക് പോകുന്ന സമയം അവിടേക്ക് വരുന്ന ജീപ്പിൽ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മമ്മൂട്ടി ആ പള്ളിപ്പെരുന്നാളിനിടയിൽ ഫൈറ്റ് നടക്കുമ്പോൾ എടുക്കുന്ന താനോസിന്റെ ഗാൺലെറ്റിലും ഇൻഫിനിറ്റി സ്റ്റോൺസിന് പകരം പല നിറത്തിലുള്ള സ്റ്റാറുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ സിനിമയിൽ പല ഭാഗത്തും മമ്മൂട്ടിയെ ഇതുപോലെ ഒരു മെഗാ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ എന്ന രീതിയിൽ മമ്മൂട്ടിയെ കാണിക്കുന്ന പല ഭാഗത്തും ഈ സ്റ്റാർ എന്ന കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ പല ഭാഗത്തായി കോമിക് കാര്യങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. തുടക്കത്തിലെ പള്ളിപ്പെരുന്നാളിന്റെ ഫൈറ്റിനിടയിൽ തന്നെ ഒരു കടയിൽ ബാറ്റ്മാനും സൂപ്പർമാനും ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ മാർവലിലെ ചില കഥാപാത്രങ്ങളെ എടുത്തു തന്നെ ചിത്രത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആ പള്ളിപ്പെരുന്നാളിന്റെ ഇടയിൽ താനോസിന്റെ ഗാൺലെറ്റ് മമ്മൂട്ടിയുടെ കഥാപാത്രം യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നു. ഇതുകൂടാതെ മാർവൽ കോമിക്കിലെ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ എന്ന കഥാപാത്രത്തെ പല ഭാഗത്തും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടാതെ മറ്റൊരു കോമിക് കഥാപാത്രത്തെ കൂടി മനോഹരമായി കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ജോസ് എന്ന കഥാപാത്രം ഓട്ടോബില്ലയുടെ അടുത്തെത്തുന്ന സീനിൽ അവിടെ നിന്നും ഒരു ചുറ്റിക എടുത്തുകൊണ്ട് ജോസ് ഫൈറ്റ് നടത്തുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും തോറിന്റെ ഹാമർ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹാമർ എടുത്തുകൊണ്ടാണ് ഓട്ടോബില്ലയുടെ അനുയായി ആൻഡ്രൂനെയും ബോഡി ഗാർഡിനെയും ഇടിച്ചിടുന്നതായി കാണിക്കുന്നത്. എന്നാൽ ജോസ് അവിടേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഓട്ടോബില്ല ഹാമർ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ജോസ് വേണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഗുണ്ട ജോസിനെ തല്ലാനായി വരുമ്പോൾ ജോസ് മേശയിലേക്ക് ഇടിക്കുകയും അതിലൂടെ ഉയർന്നു പോകുന്ന സാധനങ്ങൾക്കിടയിൽ നിന്നും ഹാമർ പിടിക്കുന്നതായിട്ടുമാണ്. നമുക്കറിയാം തോറിന്റെ ഹാമർ തോറിന്റെ കയ്യിലേക്ക് തനിയെ വരുമെന്ന്. സോ ഈ ഒരു രീതിയിലാണ് ജോസ് ആദ്യം ആ ഹാമർ എടുക്കാതെ പകരം പറന്നു വരുന്ന രീതിയിൽ തനിയെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ ഹാമർ പിടിക്കുന്നതായി കാണിക്കുന്നത്. ഈ ഒരു ഹാമർ കൊണ്ടാണ് പിന്നീട് ആ ഒരു ഫൈറ്റ് മുഴുവനായി ജോസ് നടത്തുന്നതും. സോ ഇതുകൊണ്ടാണ് മറ്റുള്ള കോമിക് കഥാപാത്രങ്ങളെ കാണിച്ച രീതിയിൽ തോർ എന്ന കഥാപാത്രത്തെയും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
മറ്റൊന്ന്, ജോസ് ഇന്ദുലേഖയോടൊപ്പം വിനീത് ശ്രീനിവാസന്റെ ചെന്നൈയിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ആ വണ്ടി നീ നോക്കിക്കോണേ അല്ലെങ്കിൽ അമ്മച്ചി കത്തിച്ച് കളയുമെന്ന്. എന്നാൽ പിന്നീട് ജോസ് ചെന്നൈയിലെത്തി ആദ്യമായി അമ്മച്ചിയെ വിളിക്കുമ്പോൾ കാണിക്കുന്നത് അമ്മച്ചി ആ ജീപ്പ് പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നതായിട്ടാണ്. കൂടാതെ ആ സീനിൽ അമ്മച്ചിയെ ആദ്യമായി കാണിക്കുമ്പോൾ അമ്മച്ചി തുടയ്ക്കുന്നതായി കാണിക്കുന്നതും തന്റെ മകനായ ജോസിന്റെ ഡ്രൈവിംഗ് സീറ്റ് ആണെന്നും കാണാം. സോ ഇത് ആ ഒരു അമ്മച്ചി കഥാപാത്രം പിന്നീട് വില്ലനോട് പറയുന്നത് പോലെ വി കെയർ യു ഡിഷ്കു എന്നതുപോലെ താൻ ദേഷ്യക്കാരിയെല്ലാമാണെങ്കിലും ആ ജീപ്പിന്റെ കാര്യത്തിലും തന്റെ മകന്റെ കാര്യത്തിലുമെല്ലാം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇന്ദുലേഖയുടെ അനിയത്തിയുടെ കഥാപാത്രത്തിന്റെ പേര് നിരഞ്ജന എന്നാണെന്ന് ചിത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്ദുലേഖ അനിയത്തിയെ പേര് വിളിക്കുന്നതായി എവിടെയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അതായത് ഇന്ദുലേഖ ജെറിയുടെ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്യാനായി എടുക്കുമ്പോൾ അവിടെ കുറെ വാട്സപ്പ് മെസ്സേജുകൾ വന്നിരിക്കുന്നതായി കാണാം. അതിൽ ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇന്ദുലേഖയുടെ അനിയത്തിയുടേതാണെന്നാണ് ആ ഹെയർ സ്റ്റൈലും മറ്റും കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. സോ അവിടെ കൺമണി എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ നിരഞ്ജന എന്ന ആ കഥാപാത്രത്തിന്റെ പെറ്റ് നെയിം ആയിരിക്കാം. ആ പേരിട്ടുകൊണ്ടായിരിക്കാം ഇവരെല്ലാം ആ കുട്ടിയെ വിളിക്കുന്നത്. ആൻഡ്രൂ എന്ന ദിലീഷ് പോത്തന്റെ കഥാപാത്രം ജോസിനെ ഇഷ്ടപ്പെട്ടതിന് ശേഷം അയാൾക്കൊരു ഫ്ലാറ്റ് താമസിക്കാനായി കൊടുക്കുന്നുണ്ട്. ഈ ആൻഡ്രൂ എന്ന കഥാപാത്രത്തിന് ഒരു കാർ കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ടയർ കമ്പനിയാണെന്നാണ് കാണിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ആൻഡ്രൂ ജോസിനായി കൊടുക്കുന്ന ആ ഫ്ലാറ്റിൽ ആൻഡ്രൂവിന്റെ കാർ കമ്പനിയെ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗത്തായും കുറെ കാറുകളുടെ ചിത്രങ്ങളും കാറുകളുടെ ശില്പങ്ങളും വെച്ചിരിക്കുന്നതായി കാണാം. ഇതുപോലെ ഓട്ടോ ബില്ല എന്ന ആ കഥാപാത്രം ഒരു മൃഗസ്നേഹിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇയാളെ ആദ്യം കാണിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കറുത്ത പൂച്ച ഇരിക്കുന്നതായി കാണാം. പിന്നീട് ഇയാൾ ജോസിനെ തേടി ഫ്ലാറ്റിൽ എത്തുന്ന സമയത്ത് അവിടെ ഇരുന്ന ഒരു പട്ടിയുടെ പാവയെടുത്ത് അയാൾ തലോടുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ അയാളുടെ വണ്ടിയിലും ഒരു പോത്തിന്റെയോ കാളയുടെയോ ചിത്രം കൊടുത്തിരിക്കുന്നതായും കാണാം. അതിനോടൊപ്പം തോന്നിയ മറ്റൊരു കാര്യം, ഈ കഥാപാത്രത്തിന്റെ വണ്ടി നമ്പറായി കാണിക്കുന്നത് 3690 എന്നിങ്ങനെയാണ്. ഈ 369 എന്നത് മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറുകളാണ്. സോ ഈ കഥാപാത്രം ആദ്യം മമ്മൂട്ടിയുടെ ജോസ് എന്ന കഥാപാത്രത്തിനോട് എതിരായിട്ടാണ് വരുന്നതെങ്കിലും പിന്നീട് മമ്മൂട്ടിയുടെ കഥാപാത്രവുമായി ഒത്തിണങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു റെഫറൻസിനായിട്ടായിരിക്കാം മമ്മൂട്ടിയുടെ ഫേവററ്റ് നമ്പർ തന്നെ ഈ ഒരു കഥാപാത്രത്തിന്റെ വണ്ടിയുടെ നമ്പറായി കൊടുത്തിരുന്നത്. കൂടാതെ ഈ ഒരു കഥാപാത്രത്തിന്റെ രൂപവും ഡ്രസ്സിങ്ങും എല്ലാം ഗോഡ് ഫാദർ സിനിമയിലെ വീറ്റോ കാർലിയോൺ എന്ന ഡോൺ കഥാപാത്രത്തെ പോലെയും കയ്യിൽ പൂച്ചയെ കൊണ്ട് നടക്കുന്നത് ജെയിംസ് ബോണ്ട് സിനിമകളിലെ ഏൺസ്റ്റ് ബ്ലോഫീൽഡ് എന്ന വില്ലൻ കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നത് പോലെയുമാണ്. സോ ഇയാളൊരു സിനിമ ആരാധകനാണെന്ന് ഇയാളുടെ താവളത്തിൽ ജയിലർ എന്ന സിനിമയിലെ രജനീകാന്തിന്റെ രൂപം വെച്ചിരിക്കുന്നത് കൊണ്ടും കൂടാതെ ജോസിന്റെ ഫ്ലാറ്റിൽ വന്ന് ഇയാൾ സിനിമ കണ്ട് ആസ്വദിക്കുന്നതായി കാണിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സോ ഗോഡ് ഫാദറിലെയും ജെയിംസ് ബോണ്ടിലെയും എല്ലാം മാഫിയ തലവന്മാരുടെ സിനിമകൾ കണ്ടിട്ടാണ് അയാൾ അത്തരമൊരു വേഷം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കത്തിൽ ജോണി ആന്റണിയുടെ വക്കച്ചൻ എന്ന കഥാപാത്രം പള്ളിയിലച്ചനെ കാണാനായി വരുമ്പോൾ മാസ്കും മറ്റും വെച്ചിരിക്കുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ജോസ് എന്ന കഥാപാത്രം തന്റെ കടകളും മറ്റും നശിപ്പിക്കും എന്നും ഈ കഥാപാത്രം പള്ളിയിലച്ചനോട് പറയുന്നുണ്ട്. പിന്നീട് ഇതുപോലെ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഫൈറ്റിനിടയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതേപോലെ മാസ്കുകളും ടോയ്സും എല്ലാമുള്ള ഒരു കടയിലേക്ക് ഗുണ്ടകളെ ഇടിച്ചു തെറിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ വക്കച്ചൻ എന്ന ആ കഥാപാത്രം നടത്തുന്ന ആ കടകളിലുള്ള മാസ്കുകൾ തന്നെയാണ് ഇയാൾ ആദ്യമായി ആ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നതെന്നും മനസ്സിലാക്കാം. സിനിമയിലെ വില്ലനായിട്ടുള്ള വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്നുള്ള കഥാപാത്രത്തിന്റെ വലം കൈയായിട്ടുള്ള വിൻസെന്റ് എന്ന കഥാപാത്രം രണ്ടുപേരെ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ കുടുംബത്തിലെ ആ സ്ത്രീയെ കൊല്ലുന്ന സമയത്ത് അത് നമ്മളെ കാണിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ആംഗിളിൽ തല തിരിഞ്ഞു വന്നിട്ട് അവസാനം മരിച്ചു കിടക്കുന്ന ആളെ കാണിക്കുകയാണ്. ഇതുപോലെ വിൻസെന്റ് രണ്ടാമതായി കൊന്നിട്ടുള്ള ജെറി എന്ന കഥാപാത്രത്തിന്റെ മരണവും നമ്മളെ കാണിക്കുന്നത് ആദ്യം അത് കാണുന്ന ജോസിന്റെയും അമ്മയുടെയും ആംഗിളിൽ തിരിഞ്ഞു വന്നിട്ട് അവസാനം മരിച്ചു കിടക്കുന്ന ആളിലേക്കാണ് എത്തുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ അവസാനം വിൻസെന്റ് മരിക്കുമ്പോൾ ഇത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ ആദ്യം തന്നെ വിൻസെന്റ് മരിച്ചു കിടക്കുന്നതായും പിന്നീട് ക്യാമറ കറങ്ങി അത് ചെയ്യുന്ന ആളിലേക്ക് എത്തുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.